ആന്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ അതേ ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഒട്ടും പതറാതെ കിറുകിറുക്കാതെ എപ്പോഴും പറയും ഞാൻ അങ്ങനെ എനിക്കൊരു പേടിയുമില്ല, യേശുപ്പൻ്റെ അടുത്ത് പോകാൻ ഞാൻ പ്രിപ്പയർഡാണ്, ഇപ്പം വിളിച്ചാലും ഞാൻ പോകാൻ റെഡിയാണെന്നുള്ള ഒരു വാക്കുകാരൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ചപ്പോഴും ആന്റിക്ക് ഒട്ടും ഇതില്ല, പക്ഷെ എനിക്ക് വേദനയുണ്ടെന്നുള്ളൊരു കാര്യം മാത്രം ആരും കഴിയാൻ ചില ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയുള്ളൊരു വിഷയം മാത്രമായിട്ട് പറഞ്ഞു. ഒട്ടും നമ്മൾ എത്ര തകർന്നാണ് ആന്റിയോട് സംസാരിക്കുന്നതിന് ആന്റിയോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ അവസ്ഥയായി മാറുമായിരുന്നു. അത്രയ്ക്ക് നല്ല ഇതായിരുന്നു. പൗലോസ് പറഞ്ഞ പോലെ നല്ല പോരാട്ടം പോരാടി നീതിയുടെ കിരീടത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ആന്റി ഇറക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിനെ സ്തുതിക്കാം. കാര്യം അധികം കഷ്ടപ്പെടാതെ തന്നെ ആന്റി ദൈവസന്നിധിയിൽ ചേർക്കും. ഈ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരോടും അനുശോചിക്കുന്ന സമയത്ത് കുടുംബങ്ങളെല്ലാം പ്രതികരിച്ച ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ മകനെ അത്താൻ്റെയിൽ നിന്നും പ്രിയ ചേട്ടന്മാർക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അനൂപ് സർവബുദ്ധിയെയും കവിത ദൈവസമാധാനത്താൽ ചേട്ടന്മാരെയും സാറിനെയും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയായിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കുടുംബത്തിന് വേണ്ടി പറയുകയാണ്. രണ്ടാമതായിട്ട് ഞങ്ങൾ 2003 വൈദ്യുത പ്രദേശത്ത് വന്നത്. അതിന് മുൻപ് തന്നെ മോനെ എക്സോഡസുമായിട്ട് വളരെ പൂർണ്ണമായിട്ട് വളരെയേറെ അംഗീകരിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ദേവദാസി അനുഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ് കേട്ടതുപോലെ തന്നെ സഭയിൽ ഏറ്റവും ഉറച്ച വിശ്വാസം, ഏത് രോഗവും ദുഃഖവും കഷ്ടവും വന്നാലും ഒരു വാക്കിൽ പോലും ഒരു പിറുപിറുപ്പോ ഒരു മുഷിവോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണെന്നുള്ള ഒരു വാക്കിൽ പോലും മറ്റുള്ളവരെ അത്
ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആന്റിയുടെ ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. കോയമ്പത്തൂരൊക്കെ വരികയും പോവുകയും അവിടെ ചെന്ന് ഇഞ്ചക്ഷനും ഒക്കെ ചെയ്ത് വരുമ്പോഴൊക്കെ പറയും, അത് സാരമില്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ സൂസനെ അത് നോക്കി, അല്ലെ മോനെ ഇങ്ങനെ നോക്കി വളരെ ആശ്വാസമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഒരു വാക്കിൽ പറഞ്ഞാൽ കഷ്ടങ്ങളിലും പ്രശംസിച്ച ഒരു ദൈവദാസിയാണ് നമ്മുടെ മുന്നിൽ നിന്ന് ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇത്ര സന്തോഷമാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളും വിളിക്കും കർത്താവേ, യേശുവേ എന്നൊക്കെ വിളിക്കും. ആന്റിയോട് അടുത്തണക്കത്തിന് എന്നെ ശ്രദ്ധിച്ച ഒരു വാക്കുണ്ട്, യേശു അപ്പച്ച എന്നല്ലാതെ ആന്റി വിളിച്ച് പ്രാർത്ഥിക്കത്തില്ല. എപ്പോഴും യേശു അപ്പച്ച യേശു അപ്പച്ച എന്ന് വിളിച്ച് ഒരു പിതാവിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ ദൈവത്തോട് ആ സംസർഗം എപ്പോഴും രാപ്പകൽ അനുഭവിച്ച ഒരു ദൈവദാസിയാണ്. രണ്ടാമത് മറ്റുള്ളവരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എന്ത് സാക്ഷ്യം പറയാം, വേണമെങ്കിൽ എനിക്ക് ഏത് ദേശത്തും പോയി പറയാം. അതൊക്കെയുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഈ ദേശത്ത് വെച്ച് പറയുവാനുള്ളത്, തൻ്റെ നന്മ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, തൻ്റെ നന്മ മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് മാത്രമല്ല അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും കൊടുത്ത ഒരു മാതാവാണ് ഈ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ നന്മയായാലും ഈ ദാസനിൽ കിട്ടിയതായാലും സ്വന്തമായ വരുമാനത്തിൽ കൂടെ എങ്ങനെ വരുമാനത്തിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം കൊടുത്തത് വാരി വിതറി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ ഉള്ള ഒരു മനസ്സും പ്രവൃത്തിയും നന്മ പ്രവൃത്തികൾ ചെയ്ത് അതിൻ്റെ ഒരു പ്രതിഫലം വലുതായിട്ട് സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ആ ദാസിക്ക് മാത്രമല്ല, ഈ കൊടുത്തതിൻ്റെ നന്മ തലമുറകളാണ് കുഞ്ഞുങ്ങളെ അനുഭവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ ചെയ്യുന്നത് തൻ്റെ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ നന്മ അനുഭവിക്കുന്നത്. പിന്നെ സഭയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ ഒട്ടും വിശപ്പ് കാണിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മക്കളെ കൊണ്ടായാലും അതൊക്കെ കൊടുത്തു കാണുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടാണ് വിശ്വസിക്കുക. കാരണം നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, സഭയുടെ കാര്യങ്ങൾ. എന്നാൽ എനിക്കൊന്നറിയാം, ഈ മനസ്സും ഈ വിശ്വാസവും ഈ പ്രത്യാശയും ഈ പ്രവൃത്തിയും ഒരേ ലെവലിൽ കർത്താവിൻ്റെ വഴിയിൽ കൂടെ നടന്ന് മുൻപോട്ട് പോകുവാൻ പ്രിയ ദൈവദാസിക്ക് സഹായിച്ചു. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തതുപോലെ എപ്പോഴും ചർച്ചകളിൽ കൊണ്ടുവരുന്ന ബാഗിനകത്ത് എന്തെങ്കിലും ഒന്ന് കാണും, ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ. ഒന്നുകിൽ ഒരു മാങ്ങ എങ്കിലും അതിനകത്ത് വെച്ചേക്കും. ഇത് ചോദിക്കുമ്പോൾ എന്നോട് പറയും, ഞങ്ങൾക്കും തരും കേട്ടോ. അത് സാറി ചിലപ്പം ഇവിടെ ഗേറ്റിൻ്റെ വിളിച്ച് ഞങ്ങൾ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 2 എണ്ണം ചിലപ്പോൾ അതിനകത്ത് കാണും. ആർക്കെങ്കിലും കാണുന്നവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഉള്ള ചോക്ലേറ്റൊക്കെ എൻ്റെ കൊച്ചുമക്കളും അത് അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുത്ത ഒരു കാര്യം ഒരിക്കലും അത് വെറുതെ ആയി പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഞങ്ങളുടെ സഭയ്ക്കും കൂട്ടായ്മയ്ക്കും ചുറ്റുപാടുകൾക്കും കുടുംബങ്ങൾക്കും അനേകർക്ക് പ്രയോജനകരമായി ദൈവനാമത്തിൽ ആ സ്നേഹം പകർന്നു കൊടുക്കുവാൻ പ്രിയ ദേവദാസിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ സാറിനോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ദുഃഖിക്കുവാൻ ഒട്ടുമില്ല. കാരണം വിശ്വാസം തികച്ചു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവം തക്ക സമയത്ത് ആ വിശ്രമ ദേശത്ത് ആക്കിയിരിക്കുക. ഇനി കോവിഡിനെ കുറിച്ചോ ക്യാൻസറിനെ കുറിച്ചോ രോഗത്തെ കുറിച്ചോ ഒന്നും അറിയണ്ട. അസ്വർഗീയ സന്തോഷത്തില് ദൈവം തക്ക സമയത്ത് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വാസ പാതയിലേക്ക് നമുക്കും മുന്നോട്ട് പോകാമെന്നുള്ള വലിയ പ്രത്യാശയാണ് ഇന്ന് എനിക്കുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ജാതികളെ പോലെ മറ്റുള്ളവരെ പോലെ നമ്മൾ ജൽപ്പന ചെയ്യുന്നവരായിട്ടോ ദുഃഖിക്കുവാനുമല്ല. ഈ സന്തോഷം നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് കുഞ്ഞുങ്ങളിരുന്ന് പാട്ട് പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പ്രിയ ദേവദാസി ജീവിച്ച് കാണിച്ച അതേ വിശ്വാസ വഴിയിൽ കൂടെ ആദ്യം വരെ പോകുവാൻ പ്രിയ കുടുംബത്തിനും ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ സഹോദരിമാർക്കും ഇടയാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയെല്ലാം
ആൻറ്റിയെ എനിക്ക് പരിചയം എങ്ങനെ പരിചയം ചോദിച്ചാൽ വളരെ സുരക്ഷമായിട്ടുള്ള സമയത്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ആൻറ്റിയെ എപ്പോഴും അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ആൻറ്റിയുടെ ചിരി. ഏത് സമയം എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തോട് കൂടി എല്ലാത്തിനെയും അഭിമുഖീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു ആൻറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്ന് ഈ ചിരി ആൻറ്റിയുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് ആൻറ്റി എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ആൻറ്റിയുടെ മുഖത്ത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന ഒരു മുഖമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ തേജസ്സേറിയ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ആൻറ്റി ആയിരിക്കുന്നത്. അവിടെ നമുക്കൊരു കാര്യം അറിയാം, മാലാഖമാര് നിർത്താതെ വിശുദ്ധൻ 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 അല്ലെങ്കിൽ ഹോളി ഹോളി പറഞ്ഞ് ആ സന്നിധിയിലായിരിക്കുമ്പോൾ മാലാഖമാർക്ക് നിർത്താൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര തേജസ്സോട് കൂടിയ ഒരു കർത്തന്റെ സന്നിധിയിലാണ് ആൻറ്റി ആയിരിക്കുന്നത്. ആൻറ്റിക്ക് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നും കഴിയില്ല. വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും. ഇന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ആൻറ്റി അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കും സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കുവാൻ കഴിയണം. ആ പ്രത്യാശയോടുകൂടി അല്ലെങ്കിൽ ആൻറ്റി ദൈവത്തിന്റെ സന്നിധിയിലാണ്, കർത്തന്റെ സന്നിധിയിലാണ്, രക്ഷിതാവിന്റെ സന്നിധിയിലാണ് പൂർണ്ണ ബോധത്തോടു കൂടി നമുക്ക് ആയിരിക്കാൻ കഴിയണം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്, ഒരു ഗൃഹനാഥൻ ഒരു ഭവനം പണിതിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവന്റെ മക്കൾക്ക് ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. അതിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അത് വളരെ വ്യക്തമായി പറയുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രഹനാഥന് ഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കായിരിക്കും കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് അവന്റെ മക്കൾക്കായിരിക്കും അവൻ എഴുതി വെക്കുന്നത്.
പ്രത്യേകം ഓർക്കുക, നമ്മളെ ഈ കാണുന്നതായ ഭവനം വിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു സ്ഥലം വിട്ട് നമുക്ക് തീർച്ചയായും കടന്നു പോയേ പറ്റുള്ളൂ. എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവശേഷിക്കുന്നു. പറയുകയാണ്, യേശു മടങ്ങി വരുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവരെയും ചേർത്ത് എങ്ങോട്ടാ കൊണ്ടുവന്ന് ചോദിച്ചാൽ അവനോട് കൂടെ ആയിരിക്കുവാൻ അവന്റെ ഭവനത്തിലേക്ക് അവൻ കൂടിക്കൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഭവനത്തിൽ എത്തിയാന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗമേ വേദോസം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അതിന് നമുക്ക് ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയുകയാണ്, യേശുവിനെ അംഗീകരിക്കുകയും അവന്റെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്താൽ അവന്റെ മക്കളായി തീരുമെന്ന് വചനം വളരെ പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? എനിക്ക് ഈ ഭവനത്തിൽ അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ എന്റെ രക്ഷിതാവിന്റെ ഭവനത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയുമോ എന്ന് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തി ചെയ്യേണ്ടത് ചെയ്യുവാൻ നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അതിനെ സഹായിക്കട്ടെ. ആ രക്ഷകന്റെ ഭവനത്തിൽ അവനോട് കൂടെ ആയിരിക്കുന്നതിലും വലിയ ഒരു ഭാഗ്യം വേറെ ഇല്ല. നമ്മളെ ക്രൂശിൽ മരിച്ച് അവൻ രക്ഷിതാവായി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവം ആണ്. അവനോട് കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമുക്ക് കാണുന്നതായ എല്ലാം വിട്ടിട്ട് പോകേണ്ട ഒരു ദിവസം നമുക്ക് വരും. അതിനെ ഫേസ് ചെയ്യുവാൻ നമുക്ക് ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആന്റി ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമായിരിക്കും പറയുന്നത്, ഞാൻ എന്റെ ഓട്ടം തികച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ആന്റി പറയുന്ന കാര്യം, നിങ്ങളും ഓട്ടം തികക്കണം. എന്നേക്കാൾ അധികമോ വിശ്വസയോട് കൂടി നമുക്ക് അത് ചെയ്യുവാൻ കഴിയണം. വളരെ വ്യക്തമായി തിമോഥെയോസിനകത്ത് പറയുന്നുണ്ട്, അവന് വേണ്ടി കാത്തിരിക്കുന്നവർ. പൗലോസ് പറയുകയാണ്, എനിക്ക് മാത്രമല്ല അവന്റെ വരവിനായി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഈ കിരീടം മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വളരെ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഓരോരുത്തർക്കും ഈ കിരീടം അവൻ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പ്രത്യാശയോട് കൂടി, ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇതെല്ലാം വിട്ടിട്ട് പോകണം. എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? അവന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരുക്കം. എത്ര പേർക്ക് നമുക്ക് ആ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്നു കഴിയുന്നുണ്ടെന്നുള്ള ചോദിക്കുന്നത് നല്ലതാണ്. ദൈവം ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യാശയോടുകൂടി ആയിരിക്കുക. സങ്കടത്തോടു കൂടിയല്ല, ചിരിച്ചു തന്നെ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അതിൽ വലിയ ഭാഗ്യം നമുക്ക് ഇല്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Oh,
ഫാമിലിയെ ടീമിനായിട്ട് വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ് ദാസൻ, ബ്രദർ സാമി എബ്രഹാം. ദൈവനാമത്തിന് മഹത്വമാകട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ വരുവാനും അമ്മച്ചി നമ്മളെ വിട്ട് ദൈവസന്നിധിയിൽ പോയിരിക്കുന്ന ഈ സമയത്ത് ദൈവസന്നിധിയിൽ അമ്മച്ചി അറിയുവാൻ ദൈവം പല ദിവസങ്ങളാക്കി ഇടയാക്കി. It was a great privilege and an honor to know Ammachi. I know her for a few years, but then one thing about Ammachi that I've observed is പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് അമ്മച്ചിയോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും. even 2 weeks back നമ്മുടെ കോയമ്പത്തൂരിലെ ചർച്ചിൽ അമ്മച്ചി വരെയും അമ്മച്ചി വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അമ്മച്ചിയുടെ ജീവിതം കാണുമ്പോൾ just one thing that I want to share. ഒരു വാക്യം മലയാളത്തിൽ വായിച്ചൊന്ന് സഹായിക്കും. The book of Revelations, വെളിപ്പാടിന്റെ പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. when you are called home, ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും സൈന്യത്തോടുകൂടെ ജയിച്ചു നിൽക്കുന്ന ആ സ്ഥലത്തിന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ജനങ്ങളെ കുറിച്ചൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Revelation 17:14, 17-14. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. See, there are 3 people, the called, the chosen and the faithful. വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ എന്ന് പറഞ്ഞ് ദൈവവചനം നമ്മളോട് തെളിവായിട്ട് പറയുന്ന ഈ സ്ഥാനത്ത് അമ്മച്ചിയെ ഞാൻ കാണുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷേ വിശ്വസ്തർ എന്ന് പറയാൻ പറ്റിയവർ വളരെ ചുരുക്കം പേരെ ഉള്ളൂ. അതിൽ ഒരാളായിട്ടാണ് അമ്മച്ചിയെ കാണുന്നത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് അനേകം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു വിശ്വാസി എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അമ്മച്ചി ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാത്തിന്റെ നടുക്ക് she was a faithful child of God. വിശ്വസ്തയായ ഉള്ള ഒരു ദൈവ പൈതലായിരുന്നു അമ്മച്ചി. അമ്മച്ചിയെ കണ്ട് എനിക്ക് for me to carry on in my life, എന്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു point from അമ്മച്ചി is to be faithful in God's presence. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷെ ഒരൊറ്റ ചോദ്യമുണ്ട് അമ്മച്ചിയുടെ ശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മളിൽ എത്ര പേർ വിശ്വസ്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I think അമ്മച്ചി is a perfect example in God's presence. വെളിപ്പാടിന്റെ 17-14 പറയുന്ന പോലെ അവനോട് കൂടെ ഉള്ളവർ ഈ 3 ക്യാരക്ടേഴ്സ് ഓഫ് ക്വാളിറ്റീസ് ഉള്ളവരാണ്. അപ്പോ ദൈവാദി ദൈവൻ, രാജാദി രാജാവ്, കർത്താദി കർത്താവിനോട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനങ്ങൾ ഇന്ന് അമ്മച്ചിയുടെ ഈ ശരീരത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ the testimony that അമ്മച്ചി is leaving behind is one of faithfulness in God's presence. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നൊരു പക്ഷേ ഈ ഭവനത്തിൽ വന്ന് നിന്നുകൊണ്ട് ഈ അടക്കത്തിന്റെ ആരാധന ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് ദൈവവചനം നമ്മളെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അമ്മച്ചിയെ പോലെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ അമ്മച്ചി വിട്ടേച്ചു പോയ ഒരു മെസ്സേജ് ഉണ്ട്, ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്സ് പ്രസൻസ്. ഇന്ന് രാവിലെ ഈ ഉച്ചയ്ക്ക് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന a person who was faithful in God's presence till the end. സാഹചര്യങ്ങളെ കൊണ്ട് മാറുന്ന ഒരു അമ്മച്ചി അല്ലായിരുന്നു. ഞാൻ അമ്മച്ചിയെ കാണാനായിട്ട് ദീപു ബ്രദറിന്റെ വീട്ടിൽ പോയപ്പോൾ അമ്മച്ചി in spite of her difficulties അമ്മച്ചി വളരെ പ്രത്യാശയോടുകൂടി എന്നോട് സംസാരിക്കാൻ ഇടയായി. And she was saying, brother, I'm interacting with God directly. ആ ഒരു പ്രത്യാശ അമ്മച്ചിയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മച്ചിയെ നമ്മൾ വീണ്ടും കാണും. She is there with God in God's presence. പക്ഷേ ആ അമ്മച്ചിയെ കാണത്തക്ക രീതിയിൽ ഞാൻ വിശ്വസ്തനാണോ എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ ഇന്ന് അമ്മച്ചി സാക്ഷിയായി നമ്മുടെ മുന്നിൽ അമ്മച്ചിയുടെ ആ ശരീരം ഇവിടെ ഉള്ളപ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ അമ്മച്ചിയുടെ ജീവിതം ഓർപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്സ് പ്രസൻസ്. സാഹചര്യം എന്ത് തന്നെ വന്നോട്ടെ, ജീവിതം എങ്ങനെ തന്നെ മറിഞ്ഞോട്ടെ, അമ്മച്ചിയെ പോലെ സാക്ഷിയുള്ള ഒരു ജീവിതം ജീവിപ്പാൻ സന്നിധിയിൽ ഒരു വിളിയ ഇന്ന് അമ്മച്ചിയുടെ ശുശ്രൂഷയിൽ കൂടുന്ന നമുക്ക് എല്ലാവർക്കും കിട്ടി. ഇറ്റ് ഇസ് ദ കോൾ ഓഫ് ഗോഡ്. ആൻഡ് വെരി ക്ലിയർലി ഈ അവസാന കാലത്ത് ഇനി നമുക്ക് അധിക ദിവസങ്ങളില്ല, നമ്മുടെ മുന്നേ ദൈവം ജീവിക്കാൻ അനുവദിച്ചെന്ന് ദൈവം വിളിച്ചിട്ടുള്ള ഈ ജീവിതം തന്നെയാണ് നമുക്ക് സാക്ഷി. ഹൗ ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്സ് പ്രസൻസ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം ഒന്ന് തിരിച്ച് ചിന്തിക്കാം. അമ്മച്ചിയെ കാണുമ്പോൾ ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രോബബ്ലി നമ്മൾ അമ്മച്ചിയെ ഇനി കാണത്തില്ല, പ്രോബ്ലി ദ പിക്ചേഴ്സ്. പക്ഷെ അമ്മച്ചിയുടെ ശരീരം ജീവനോട് ഇരുന്നപ്പോഴും അല്ലാതെ ഈ ശരീരവും നമ്മളെ ഓർപ്പിക്കുന്ന
one thing that Amachi reminds us is faithfulness in God's presence. That's very important. Amachi has told me, I know the legacy of the children she's left behind, Deepu, and I know Deepu's brother. I'm meeting you for the first time, Pashe. As a family, you're blessed to have had a mother like this. All the in-laws and Divya's sister, Deepu brother, you and family, and all of us as extended part of the church. I mean, we give all glory to God for Amachi. Amachida jeevitham ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. At the same time, ഈ അമ്മച്ചിക്ക് വേണ്ടി നന്ദി പറയുവാൻ, ഈ ജീവിതത്തിന് വേണ്ടി നന്ദി പറയാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണടച്ചാൽ ദൈവത്തോടൊന്ന് നന്ദി പറയാം. Let's all close our eyes, bow our heads, and just be grateful to God for the life that Amachi had. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, അപ്പച്ച ഇന്ന് ഉച്ച സമയത്ത് അമ്മച്ചിയുടെ ശരീരത്തിന് മുന്നിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ സാക്ഷിയായി നീ വെച്ചിരുന്ന അമ്മച്ചിയുടെ ജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. Thank you for the faithfulness with which she lived in your presence, Lord. Thank you for the faithfulness that she displayed in spite of her shortcomings. കർത്താവേ, ബലഹീന നേരങ്ങളിൽ എന്റെ ദൈവത്തെ സ്തുതിക്കാൻ അമ്മച്ചി കാണിച്ച നന്ദിയുള്ള ഹൃദയത്തിനായി സ്തോത്രം കർത്താവേ. അതിനെ കണ്ട് പഠിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു അവസരം നീ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന രാജാവേ. ലോർഡ്, ഞങ്ങൾ ഒന്നുമില്ലെന്ന് സമർപ്പിക്കുന്ന അപ്പച്ച, ഈ അമ്മച്ചിയുടെ ശരീരത്തിന് മുന്നിൽ ഇന്ന് ജീവനോടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ആ ക്വാളിറ്റി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളെ നീ പഠിപ്പിക്കുന്ന ആഴമായ ഈ സത്യത്തിനായി സ്തുതിക്കുന്നു. അമ്മച്ചി വിട്ടുപോകുന്ന ആ മെസ്സേജിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് കർത്താവേ, സാക്ഷിയായി നിൽക്കുന്ന അമ്മച്ചിയുടെ ജീവിതത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും കുടുംബമായി ഇവിടെ സഭയായി ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളും വിശ്വസ്തരായി ഇരിപ്പാനുള്ള കൃപ നീ തരണമേ. Give us the grace to be faithful, Lord, irrespective of circumstances, irrespective of conditions, irrespective of things that surround us. Father God, we know that you are faithful. Yes. And give us the grace to be faithful as much as you expect from us, O Lord. Father God, we thank you for the life of Amachi. Thank you for Deepu brother and his younger brother and family and everybody, Lord. ഇന്നത്തെ ഈ ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസ്തരാണെന്നൊന്ന് തിരിഞ്ഞു നോക്കുവാൻ എന്റെ കർത്താവ് തരുന്ന കൃപയുടെ സ്നേഹത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, അതിന്റെ മുന്നിൽ ഞങ്ങൾ താഴ്ത്തുന്നു. We surrender and submit before you, Lord. തന്ന എല്ലാ കൃപകൾക്കുമായി നന്ദിയോടുകൂടെ അമ്മച്ചിയുടെ ജീവിതത്തെ കാണുവാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് ബലപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നല്ല പിതാവേ. അതായത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ കഴിഞ്ഞ അനേക വർഷങ്ങൾ കോയമ്പത്തൂരിൽ ദീപും കുടുംബമായിട്ടൊക്കെ അവിടെ കർത്താവിന്റെ ദാസനോട് ശുശ്രൂഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ കുടുംബമായിട്ട് ശുശ്രൂഷിക്കുന്നു. ഈ ഫ്യൂണറൽ സർവീസിന് വേണ്ടി മാത്രമാണ് ഈ കുടുംബത്തെ സ്നേഹിച്ച കർത്താവിന്റെ ദാസനും കുടുംബമായിട്ട് കടന്നു വന്നത്. അത്രമാത്രം ആ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാറുണ്ട്. കർത്താവിന്റെ ദാസൻ ആദ്യമായിട്ട് എനിക്ക് ദീപും കുടുംബവും മമ്മി ഇത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് കടന്നു പോകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ കോയമ്പത്തൂർ ഒരു ശുശ്രൂഷ വേണ്ടി പോയപ്പോൾ മമ്മിയായിട്ട് മീറ്റ് ചെയ്തു. മമ്മി ചർച്ചിൽ വരുന്നുണ്ട് പാസ്റ്റർ എന്നും പറഞ്ഞ് ചർച്ചിലേക്കും വരികയുണ്ടായി. മമ്മിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. മമ്മി ബലപ്പെടുത്താം. മമ്മി വിശ്വാസത്തിൽ നല്ല ഉറച്ച വ്യക്തിയാണ്. അതായത് എന്ന് മുതൽ ഈ രോഗം ഈ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ നിമിഷം മുതൽ എന്നോട് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് എന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ദീപുവിന്റെ ഭവനത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു എൻകറേജിങ്മെന്റ് വേർഡ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിക്കാരത്തെ എന്നെ എൻകറേജ് ചെയ്യും. എന്റെ പാസ്റ്റർ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഞാൻ ആകെ ശക്തിയുള്ള ഒരു സ്ത്രീയാണെന്നെല്ലാം പറഞ്ഞ് എന്നെ ബലപ്പെടുത്തും. ഞാൻ ആക്ച്വലി ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ആദ്യം മുതൽ മമ്മിയെ കാണുന്ന മുതൽ ആ പ്രാർത്ഥന ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ
സജി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് സമയം എപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന ഒരു പ്രവണത. ഹോസ്പിറ്റലിൽ പോയാൽ പോലും പ്രശ്നങ്ങളുടെ നടുവിൽ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരോട് 2 വാക്ക് പറയുവാൻ ഒരിക്കലും മടിക്കാറില്ല. എല്ലാവരെയും യേശുവിലേക്ക് അടുപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് ഈ ഒരു കാലം മമ്മിയുടെ ശരീരത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും നിൽക്കുന്ന ഈ സമയത്ത് നമുക്കൊന്നൊരു ഇൻട്രോസ്പെക്ഷൻ നടത്താം. എപ്പോഴും ഞാനൊരു ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വാർത്ത എനിക്ക് എപ്പോഴും വരുന്നത്, ഇന്ന് ഞാൻ നാളെ നീ. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് ഹോം അല്ല. ഇത് വി ആർ ഓൾ പിൽഗ്രിംസ് ജസ്റ്റ് കമ്മിങ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുന്നു, വന്നു, ഇവിടുന്ന് ചില നിമിഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കടന്നു പോകുന്നു. ഈ ചെലവാക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ സൃഷ്ടാവുമായ ദൈവമായിട്ട്, നമ്മുടെ പിതാവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് ആ ഒരു ബന്ധം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ബന്ധമാണോ അല്ലെങ്കിൽ എന്ന് നമുക്ക് ആലോചിക്കണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കർത്താവെ അധികമായിട്ട് സ്നേഹിക്കുന്ന ദൈവം, അധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ അപ്പച്ച, ഞങ്ങളുടെ ജീവിതം കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഞങ്ങൾ തന്നെ നോക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ആരാഞ്ഞു നോക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ഞങ്ങളോടത് ക്ഷമിച്ച് കർത്താവ് ഇന്ന് മുതൽ ഞങ്ങൾക്ക് നാളെ ഒരു ദിവസമുണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഓരോ ദിവസം തരുമ്പോഴും കർത്താവെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ദിവസം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടിയാണോ ഞങ്ങൾ ചെലവാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വയം താല്പര്യങ്ങളെ അത് പൂർത്തീകരിക്കും? 4.5 years after this thing was detected, even before that, there has been a lot of trials, lot of issues in her health. But in spite of all എല്ലാത്തിൻ്റെ നടുവിൽ മമ്മി എപ്പോഴും പറയുന്ന ഒരു കാര്യം, leave it in the hands of Jesus. അതായിരുന്നു മമ്മിയുടെ ഏറ്റവും വലിയൊരു നമ്മളോടുള്ളത്. The next quality that mummy has imparted among lot of qualities is, ആര് വീട്ടിൽ വന്നാലും വെറുകൈയോടെ വിടരുത്. ആരുടെ വീട്ടിൽ പോയാലും വെറുകൈയോടെ വീട്ടിൽ പോകരുത്. If someone does bad to others also, don't keep that in mind. Forget it and love them earnestly. And mummy always used to say that whatever here will pass, but what is there in eternity is what is more important. I still recollect the sacrifices she's made to bring us both to the Lord. In the beginning, we were not very favorable, but she still kept on persisting, and then that is how, because of her love, she never forced us. It is just because of her love. And the one thing that is she's left behind is the principles and the love for each and every one of us. I'm so blessed to have parents like Papa and Mama, and that's one of the greatest blessings, that she's led us to see the Lord. Arapacha, Eshopacha, and Mummy always used to start the prayer by saying Eshopacha. So that is the connection she had with. And I thank and praise God for the life she has led and the testimony that she's shown us. All glory to God. Lord, everyone, Mummy, എനിക്ക് നന്നായിട്ടായിരുന്നു. എൻ്റെ സ്കൂൾ ക്ലോസ്ഡ് ആകുമ്പോൾ എനിക്ക് വെക്കേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഐ വാസ് വെയിറ്റിംഗ് ടു സീ മമ്മി. പിന്നെ ഞാൻ നിങ്ങൾക്കൂടെ വരുമ്പോൾ ഞാൻ മമ്മിയെ കാണണം. നമ്മുടെ ബൈബിള് ടോക്ക് അബൌട്ട് ജീസസ് എന്നാണ്. നമ്മൾ ചർച്ചിൽ പോകും, ചർച്ചിൽ പോകും, എക്സസൈസ് ചർച്ചിൽ പോകും. മമ്മി എല്ലാവരും നീറ്റുമായിരുന്നു. മമ്മി ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. മമ്മി യൂസ് ടു പ്രേ ടു ഗോഡ്. സോ നമ്മൾ എല്ലാവരും നീറ്റുമായിരുന്നു. മമ്മി എനിക്ക് എല്ലാവരും എന്നെ
ഒരു സൺഡേ ആയിരുന്നു. പക്ഷെ എനിക്ക് ഐ നോ വൺ തിങ്, ദൈവം മമ്മി വെച്ചാണ്. മമ്മിയുടെ പെയിന് പോയി, എനിക്കറിയാം മമ്മിയുടെ ഇൻഫെക്ഷൻസ് പോയി, മമ്മി ഇസ് ഹീൽഡ് ബൈ ഗോഡ്. എനിക്കറിയാം, അതാണ് വൺ തിങ് ഐ നോ. പ്രൈസ് ദ ലോർഡ്. She's been an example of love. I've always asked her, Mommy, how can you love like this? She has so much of burden for souls and every poem she'll share the gospel. She was never ashamed of the gospel. Every poem, hospital properly, IMR own sisters, and every poem there'll be a crowd around her. She'll share her testimony. And just thank the Lord for Mommy's life. We truly miss her. Can't think of going back to going out. Just too sudden, but she's without pain. I don't want to add much because everyone. Every made our qualities. The word that comes to my mind is let your love may not be just word and tongue, but of love and truth. Everybody can, I think everybody we can agree to that. Mommy had so much of love, and it was not human love, it was the love of God that she had in her heart. That it was not just something that overflowing at the moment.
everything. When I came into this house, she took me in as a daughter, and she was humble enough and loving enough to teach me everything. And today, as we read in Proverbs 30, the children will rise up and call her blessed. Today we say that we are blessed beyond to have been part of Mommy's life. And I praise and thank God for Mommy's life and the legacy she leaves behind. Mommy's void will never be filled, but the memories that which we have, Mommy's life was a message, everything. And I praise and thank God for Mommy's life and the way Mommy projected Jesus more than anything in her life. It was എല്ലാത്തിനും മമ്മി എപ്പോഴും പറയാം യേശു പച്ചാൽ നല്ലാതെ മമ്മി പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളോടായാലും മമ്മി we have a lot to learn from her as a mother. എങ്ങനെയാ the love, how you display the love. I praise and thank God for Mommy's life, and today we celebrate Mommy's homegoing. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ നീ ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ നീ ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ട് മനം പാടിടുമേ സ്വന്തഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ട് മനം പാടിടുമേ സ്വന്തഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് വൈറ്റിലെ ഷാരോൺ ചർച്ചിൽ
വെച്ചാണ് ഞാൻ ഈ കുടുംബത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ അന്ന് ശുശ്രൂഷിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ മോൻസി, ഇന്ന് അദ്ദേഹം കാനഡയിലെ ടൊറന്റോയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പ്രത്യേകമായിട്ട് കുടുംബത്തോടുള്ള കണ്ടോലൻസ് അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുന്നു. ദീപു പ്ലീസ്. Praise the Lord. I want to thank first of all of you who have come and എല്ലാവരും come and for your support and your prayers. I just want to start by thanking all of you who have come and supported us. I want to start by reading a verse from Thessalonians chapter 4 verse 13 to 14. Brothers and sisters, we do not want you to be uninformed about those who sleep in death, about mummy who sleep in death, so that you do not grieve like the rest of mankind, who have no hope. For we believe that Jesus died and rose again, and so we believe that God will bring with Jesus mummy who has fallen asleep. Amen. Hallelujah. Hallelujah. So that is the hope. I am able to stand here with the strength of God. It is not that I am not pained, that mummy is not with me anymore, but this is the hope that the Bible says, that let us not be like others who grieve, but we have hope. Hallelujah. Few days back when mummy had excruciating pain, I remember she once again cried out. She called me and Divya, and she the last 4 years that mummy was sick, it was your prayers that was holding. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമുക്ക് കണ്ണ് കാണുമ്പോൾ, ചെവി കേൾക്കുമ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ഹാർട്ട് പ്രവർത്തിക്കുമ്പോൾ, നമുക്ക് ശ്വാസമുള്ളപ്പോൾ നമ്മളെ രക്ഷിച്ചവനായ യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നതാണ്. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഭാഗ്യം
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ വലിയൊരു ഭാഗ്യ അവസ്ഥയിലേക്ക് പ്രിയ മാതാവിന് പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുകയാണ്. ഇറ്റേണൽ ലൈഫാണ്. ലോകത്തിന് ഒന്നിനും തരാൻ സാധിക്കാത്ത വലിയൊരു സമാധാനം. ഇന്ന് ഈ ഭവനത്തില് സമാധാനത്തിന്റെ അന്തരീക്ഷം കൊണ്ട് നിറയ്ക്കുന്നതിന്റെ വലിയ കാരണം എന്താണെന്നറിയാമോ? യേശു ഈ ഭവനത്തിലുള്ളതുകൊണ്ടാണ്. കർത്താവ് ഈ ഭവനത്തിന്റെ നായകനായതുകൊണ്ട്, ലീഡർഷിപ്പ് യേശുവിനുള്ളതുകൊണ്ടാണ്. ആ വലിയൊരു ഭാഗ്യകരമായ പ്രത്യാശ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഭാഗ്യകരമായ ഒരു പ്രത്യാശ പ്രിയ മാതാവിന് ദൈവം കൊടുത്തു. നിത്യജീവന ദൈവം കൊടുത്തു. നിത്യജീവനിലേക്ക് പ്രിയ മാതാവ് പ്രവേശിക്കാനിടയായി. ക്രിസ്തുവിലെ ആ വലിയ സന്തോഷത്തിലേക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരണമെന്ന് പൗലോസ് പറയുന്ന പോലെ ഈ പ്രിയ മാതാവ് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു. ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം, 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് നമുക്ക് വലിയ ഒരു ആയുസ് തന്നിരിക്കുക, നമുക്ക് ദൈവം ജീവൻ തന്നിരിക്കുക, നമുക്ക് ശ്വാസം തന്നിരിക്കുക. ഈ ശ്വാസം തന്ന് ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജീവിക്കണം. അതാണ് ഈ മാതാവ് കാണിച്ചിരുന്ന മാതൃക. നമുക്ക് കുടുംബങ്ങളായിട്ട് ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അയൽവാസികളെ, ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കാണുന്നവരെ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങളുടെ ശാപങ്ങളെ മാറ്റുന്ന, നിത്യജീവൻ നൽകുന്ന യേശുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേദനകളില്ലാത്ത, മരണമില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു നാട്ടിലേക്ക് പ്രിയ മാതാവ് പ്രവേശിച്ചു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രത്യേകത. യേശു കർത്താവ് ജനിച്ചു, ജീവിച്ചു, 33 വർഷം ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. അത് മാത്രമല്ല, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കയില്ല. I am the resurrection and the life. I am the way, the truth and the life. യേശു മാത്രമേ സത്യമുള്ളൂ. ആ സത്യതയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം, നമുക്ക് ഞാൻ പറയുന്നത് ഈ മാതാവിനെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. നമുക്ക് ജീവനുള്ളതുകൊണ്ട്, നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് നമുക്കിത് കേൾക്കുവാൻ സാധിക്കും. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നമുക്ക് എല്ലാവർക്കും കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാം. വിശ്വസ്തത പുലർത്തുക. കർത്താവിന്റെ ദാസൻ പറയുന്ന പോലെ അനേകരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ പ്രിയ മാതാവ് ഓട്ടം തികച്ചു ക്രിസ്തുവിന്റെ സന്നിധിയിലായിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങിയവർ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, കർത്താവിന്റെ വരവില് ആരെല്ലാം ക്രിസ്തുവിൽ ജീവിച്ചിട്ടുണ്ടോ അവരെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനം പുത്തൻകുരിശിലുള്ള സെമിറ്ററിലേക്ക് കൊണ്ടുപോകണം. അവിടെയും ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറിലധികം യാത്രയുണ്ട്. ആംബുലൻസിനെ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കടന്നു പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നല്ലൊരു യാത്രയപ്പ് ഉടമയായിരുന്നു. ജീവിതം ജീവിച്ച് കാണിച്ചു. പ്രസംഗിച്ചതിനേക്കാൾ ജീവിച്ച് നമുക്ക് എല്ലാവർക്കും മാതൃകയോടെ, മക്കൾക്ക്, പ്രിയ അങ്കിളിന്, അതുപോലെ കൊച്ചുമക്കൾക്ക് എല്ലാം, ദൈവസഭകൾക്ക്, അയൽവാസികൾക്ക്, കുടുംബാംഗങ്ങൾക്കെല്ലാം, ചാർത്തക്കാരെല്ലാം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ പാസ്റ്റർ ജോണി സമയത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് കടന്ന് പോവുകയാണ് പുത്തൻകുരിശിലേക്ക്. ആയിരത്തി സമാധാനത്തിൽ നിറഞ്ഞ ഒരു ശുശ്രൂഷയായ കർത്താവെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിന് കർത്താവ് നന്ദി പറയും. കർത്താവിന് കടന്നു പോകുന്ന വേളയിൽ കർത്താവെ എല്ലാവരുടെ ഹൃദയത്തിൽ കർത്താവ് സമാധാനം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ. ഞങ്ങൾക്ക് കർത്താവ് ഒന്ന് മാത്രം അറിയാം കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് മനുഷ്യരായിട്ട് പിറന്ന ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവും അങ്ങയുടെ കർത്താവ് ഭവനത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത് കർത്താവ് എന്നുള്ള ആ ഒരു വിശ്വാസവും ധൈര്യവും എല്ലാം കർത്താവെ തരുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ സ്നേഹവും സഹവാസവും ഓരോരുത്തരും കർത്താവെ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയർ
അരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. During a funeral service is not meant for the person who is laid before us, but is meant for you and me to take a decision. Let's take the decision. Today, her life has been a model. I have been closely associated since the time she came to Coimbatore for treatment. And I consider as my mother because I lost my mother when I was about 2 or 3 years old. And she had a character, a beautiful, amazing character that a mother would like to have, or I would like to have in my mother. Let me put it that way. So I loved her, and at every given opportunity, I used to meet her and pray for her, and we had a very throughout her pain and throughout her suffering, she was more concerned about people around her rather than herself. Okay. In her bitterest experience, in her most severe pain, she will only inquire about her well-being. She will put the best smiling face that she could ever make. And that is an amazing quality for a mom. So, this is a great loss. But as a Christian, we consider this as a homegoing. She is at a better place. That is our consolation, that is our comfort, and we rest in that hope. And we look forward for such a thing to happen in our own lives. Thank you so much. Today, at this time, let us take a thought. Let us examine our lives. Let us introspect and look at what are all the good things that we think will consider us or deem us fit to qualify for eternal life. And if we are not there, if there should not be an iota of doubt concerning our eternity, let us dedicate our lives at this time to make sure we also receive this hope of eternity for sure. Thank you. വേദത്തിലെ ചില വേദഭാഗങ്ങൾ വായിക്കുന്ന ഒന്നുകൂടി എൻ്റെ 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെയാണ്? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നല്ല എന്നുവരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങളിതും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്രയുള്ളവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കർത്താദാസൻ പറഞ്ഞതിന്റെ രക്തം ചുരുക്കമാണ്, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിച്ച് നിത്യജീവൻ നമ്മൾ പ്രാപിക്കണം. ഒരു വേദഭാഗം വായിച്ചു.
അതായത് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോവേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മളിപ്പോൾ കേട്ടത് പ്രകാരം വചനത്തിൽ കേട്ട പ്രകാരം നമ്മളെല്ലാവരും ഒരു നാൾ ക്രിസ്തുവിൻ്റെ ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുന്നേ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമുക്ക് ദൈവം ഒരു വസ്ത്രം തന്നു, അതാണ് നമ്മുടെ ശരീരം. എന്നാൽ ഈ വസ്ത്രം നമ്മളിവിടെ ഊരിയിട്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു വസ്ത്രം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ നഗ്നനായിരിക്കും. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു വസ്ത്രം തന്നാൽ മാത്രമേ, ആ വസ്ത്രത്തിൽ മാത്രമേ നമ്മൾക്ക് ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് വചനം വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഇവിടുന്ന് കടന്നു പോണേക്കാൾ മുന്നേ ആ വസ്ത്രം, അതായത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. ആ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം ആ വസ്ത്രം ധരിച്ച് മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി ഇന്ന് മമ്മി, ഞാൻ ആക്ച്വലി മമ്മി എന്ന് ഞാൻ വിളിക്കുന്നത് ഇത്രയും നാൾ ആക്ച്വലി എനിക്ക് ഒരിക്കലും ഒരു സിസ്റ്ററിനെ വിളിക്കാൻ തോന്നിയിട്ടില്ല. കാര്യം വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ സ്നേഹത്തിൻ്റെ ആ എന്താ പറയുന്ന ലാവിഷ്നെസ് അത് കാണുമ്പോൾ എപ്പോഴും ഒരു അമ്മയുടെ സ്നേഹമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, എവിടെയാണെങ്കിലും വിളിക്കും എന്നെ, ഒന്നിനുമല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ആ അമ്മയുടെ സ്നേഹം കണ്ട് ഞാൻ എപ്പോഴും മമ്മി എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ മമ്മിയുടെ ഇന്ന് നമുക്കൊരു ലെഗസി, നമുക്ക് എല്ലാവർക്കും നമുക്കത് മേ ബി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സ്നേഹം കൊടുക്കുക. നേരത്തെ ദിലീപ് പറയുകയുണ്ടായി, ആരൊന്നും നോക്കി വേണ്ട, അത് വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും താഴ്ന്നവനാണെങ്കിലും ഉയർന്നവനാണെങ്കിലും സ്നേഹം കൊടുക്കാൻ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അഭ്യസിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ വായിച്ചതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നത്, യേശുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രവൃത്തി അവരുടെ കൂടെ പോകും. നമ്മുടെ സൽക്രിയകൾ, നമ്മൾ ചെയ്യുന്ന ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന സൽക്രിയകളെല്ലാം, നമ്മുടെ ചെയ്തികളെല്ലാം നമ്മുടെ കൂടെ പോരുന്ന ഒന്നാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്നും കൂടെ ലാസ്റ്റ് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിക്കുന്ന ഈ കാലത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതം എപ്രകാരമാണ്? എനിക്ക് കർത്താവേ അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന വസ്ത്രം എനിക്ക് ലഭിക്കുമോ? എൻ്റെ നടപ്പ് എപ്രകാരം? എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് അച്ചാരമായി തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ആ നിത്യജീവൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെ അത് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രയാസപ്പെടുത്താതെ അല്ലെങ്കിൽ ഗ്രീവ് ചെയ്യാതെ നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു കൂട്ടാളിയായിട്ട് തന്നുവെങ്കിൽ, ഒരു അഡ്വക്കേറ്റ് ആയിട്ട്, ഒരു കംഫർട്ടറായിട്ട് തന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും
ദുഃഖിപ്പിക്കാതെ എപ്പോഴും സന്തോഷിപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ ഞാൻ നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഇന്ന് ഓർക്കേണ്ട ചില സമയങ്ങളാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവെ ഒന്ന് ഞങ്ങളുടെ കർത്താവ് ഒരു ലെഗസി വച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകുവാൻ ഒന്ന്. രണ്ടാമത് കർത്താവ് ഇവിടുന്ന് കടന്നു പോകുന്ന ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ വസ്ത്രം ലഭിപ്പാൻ തക്കവണ്ണം ഇവിടുന്ന് കടന്നു പോകുവാൻ കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾ മൂലം കർത്താവെ അനേകം പേർക്ക് കർത്താവെ ഞങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ഈ ഭൂമി ഞങ്ങൾ മുഖേന കർത്താവെ കുറച്ചു പേർ ഞങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, we just commit Lord this body that is going to be Lord put into the mud from where she is being taken, and we pray that Lord she is not going away because she is keeping a legacy and then going from you. We want to thank you, Father, and Lord, even as Lord we know that കർത്താവേ അങ്ങയുടെ സന്നിധാനത്ത് കർത്താവേ കടന്നു വന്ന് കർത്താവെ സന്തോഷത്തോടുകൂടി അവിടുന്ന് കർത്താവെ തന്റെ മകളെ സ്വീകരിച്ച് നോർത്ത് കർത്താവ് ഒരിക്കൽ കൊടുത്ത ഞങ്ങൾ കൂടി കർത്താവെ we rejoice. സങ്കടമുണ്ട്, വേർപാട് എപ്പോഴും കർത്താവെ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നതാണ്. എന്നാൽ തന്നെ കർത്താവെ ഞങ്ങളുടെ പ്രത്യാശ ഇത് തന്നെ കർത്താവെ, that she is in safe hands in eternal heaven, or in the everlasting life that you have prepared for not only her but everyone who follow the ways of God. We commit ourselves, we give you glory in Jesus name. രണ്ട് മൂന്ന് വേണുഭാഗങ്ങളുടെ വായിച്ചിട്ട് നമ്മൾ ശുശ്രൂഷയുടെ പ്രാർത്ഥിച്ച് അവസാനിക്കും. 1 Corinthians അതിൻ്റെ 15-ാം അധ്യായം 50 മുതൽ 58 വരെ കൊടുത്തിട്ടുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. ഈ ദൈവവചനങ്ങൾക്കായെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ വളരെ പ്രത്യാശയോടെ, വളരെ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ നന്ദിയോടെ നമുക്ക് ഈ ശരീരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എന്ന് വെച്ചാൽ മൃതശരീരം നമുക്ക് ഈ ഭൂമിക്ക് വേണ്ടി സമർപ്പിക്കാം. ഒരു വാക്യം കൂടെ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം. വളരെ പ്രത്യാശയുള്ള ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശ നൽകുന്ന ഈ ദൈവവചനം നേരത്തെ അവിടെ വെച്ച് വായിച്ചതാണ്. എന്നാൽ ഈ വചനങ്ങൾ കൊണ്ട് പ്രിയ കുടുംബാംഗങ്ങളെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ദൈവം തമ്പുരാൻ സമാധാനത്തിൽ സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വളരെ പ്രത്യാശയോടെ കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ ഓരോരുത്തരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഭൂമിയിൽ നല്ലൊരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാം സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഡോക്ടർ ദിലീപ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. കർത്താവേ, അബ്ബാ പിതാവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. കേട്ട ആശ്വാസ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ ദേവദാസന്മാർ ഓർപ്പിച്ചതുപോലെ വലിയ പ്രത്യാശയുള്ളവരായി തീരുവാൻ കർത്താവെ സ്തോത്രം. കർത്താവെ, ഇത് മനുഷ്യന് നൽകാൻ കഴിയത്തില്ലല്ലോ. കർത്താവെ, അങ്ങേക്ക് മാത്രം തരാൻ കഴിയുന്ന ഈ വലിയ പ്രത്യാശയിൽ
കർത്താവെ ആൻറ്റിയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ, കർത്താവെ ഞങ്ങളുടെ സ്വന്തം ആത്മാവിനെക്കുറിച്ചുള്ള പ്രത്യാശയിൽ കർത്താവ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ, ഇവിടെ നിന്ന് കടന്നു പോവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ ശുശ്രൂഷകളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും അങ്ങയുടെ ഫേവറും ഉണ്ടായിരുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് ഇപ്പോൾ ഞങ്ങളെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോഴും കർത്താവെ വിട്ടുപിരിയാത്ത അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ ഇവിടെ നിന്ന് കടന്നു പോവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ ഈ അന്ത്യചുംബനത്തിനുള്ള അവസരമാണ്. കുർബാനകളെല്ലാം വന്ന് അതിനുള്ള അവസരമുണ്ട്. ലോകജ്ഞാനൻ നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. ലോകജ്ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. പറന്നിടും ഞാൻ ഒരു രൂപമാ പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു വരാനുണ്ടെങ്കിൽ കാണാനുണ്ടെങ്കിൽ പെട്ടെന്ന്. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ലോകേ ഞാൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. ലോകേ ഞാൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇനി ആരും കാണാനില്ലല്ലോ. ഓക്കെ.
കർത്താവേ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ഭ്രമിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ രക്ഷപ്പെട്ടോരക്കരെ ചൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുന്ന ഭക്തഭവനീ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്കൊരാപ്പകലത്വാനം ഞാൻ ചെയ്തെങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളി